സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറത്തിനെ ഒരാൾ ബഹുമാനിച്ചു പോയാൽ, മുഹറത്തിനെ ഇഷ്ടപ്പെട്ടു പോയാൽ, പല ഉമ്മമാരും ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. പണ്ടുള്ള കാലഘട്ടത്തിലുള്ള ഉമ്മമാര് നിറഞ്ഞ മനസ്സോടെ അവർ ഒരുമിച്ച് കൂടും. പരിശുദ്ധമായ മുഹറമിൽ അവർ ചെറിയ ചെറിയ പത്തിരികൾ ഉണ്ടാക്കും. ഇതെവിടെ നിന്നാണ് കടന്നു വന്നത്? കേരളത്തിന്റെ മണ്ണിൽ മാത്രമാണോ? അല്ല. കേരളത്തിന്റെ മണ്ണിലാണോ? അല്ല. അതാ അവിടുന്ന് പരിശുദ്ധമായ മദീനത്ത് ഒരു പെണ്ണിങ്ങനെ റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. ആ റൊട്ടി ഉണ്ടാക്കിയിട്ട് ആ പെണ്ണ് ചില ആളുകളെ വിളിക്കുമാരെയാണ് പറഞ്ഞു വിടുന്നത്. തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയാ, ആരാണോ പരിശുദ്ധമായ മുഹറത്തില് ആരാണോ നോമ്പ് നോറ്റത് അവരെ എന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരണം, അവരെന്റെ വീട്ടിലേക്ക് വരണം. പട്ടിണിയാണ് ആ കുടുംബം മുഴുവനും. മക്കള് പട്ടിണിയാണ്, സഹോദരങ്ങള് പട്ടിണിയാണ്, കൂടപ്പറപ്പുകൾ ഭർത്താവ് പോലും പട്ടിണിയാണ്. എന്നാലും അവിടുന്ന് മുഹറമിനെ ആദരിച്ചുകൊണ്ട്, മുഹറമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, മുഹറമിനെ ബഹുമാനിച്ചുകൊണ്ട് ആ പെണ്ണവിടുന്ന് റൊട്ടിയുണ്ടാക്കിയിട്ട് പലരെയും വിരുന്നിന് വിളിക്കും. തന്റെ ഭർത്താവ് പോയി വിളിക്കുമ്പോ ആവേശത്തോടെ മുഴുവൻ ആളുകളും കടന്നു വരികയാണ്. എല്ലാവരും കടന്നു വന്നു, വീടിന്റെ അകത്തട്ടിൽ ഇരുന്നു. നല്ല മനസ്സോടുകൂടി കഴിച്ചിട്ട് എല്ലാവരും പിരിഞ്ഞു പോയി. അവിടെ നിന്ന് 7 ദിവസം കഴിയുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചിട്ട് പറയാ, വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്റു യാ അല്ലാഹ്. 7 ദിവസം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. എല്ലാം കഴിഞ്ഞ് 7 ദിവസമായപ്പോ തന്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയാണ്, വലക്കൽ ഹംദു യാ അല്ലാഹ് വലക ശുക്റു യാ അല്ലാഹ്. നീറുന്ന മനസ്സോടെ ആ പെണ്ണ് പറയുന്ന, പ്രിയപ്പെട്ടവരെ, എത്ര കരഞ്ഞവരാണെന്നറിയോ, എത്ര സങ്കടപ്പെട്ടവരാണെന്നറിയോ. എന്റെ ശരീരത്തൊരു മാരകമായ രോഗം വന്ന് പിടിപെട്ടുപോയി, നിങ്ങൾക്കൊരു രോഗം പിടിപെട്ടുപോയി, നമുക്ക് രണ്ടുപേരും ഒരേ രോഗത്തിലാ നമ്മൾ കഴിഞ്ഞുകൂടിയത്. പരിശുദ്ധമായ മുഹറമിൽ നമ്മൾ പത്തിരി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് നോമ്പ് നോറ്റ, മുഹറമിൽ നോമ്പ് നോറ്റവർക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തപ്പോ അല്ലാഹു എന്റെയും നിങ്ങളുടെയും രോഗത്തിന് അല്ലാഹു ശമനം തന്നില്ലേ? അല്ലാഹു സങ്കടം മാറ്റിയില്ലേ? അല്ലാഹു വേദന മാറ്റിയില്ലേ? അല്ലാഹു ദുഃഖങ്ങളെ മാറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവനോട് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു, മോളെ ശരിയാണ്, നീ ഇപ്പോഴല്ലേ എന്നോടിത് പറയുന്നത്. നീ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ ഞാനത് മറ്റുള്ള വിരുന്നുകാർക്ക് കൊടുക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് കരുതാറുണ്ട്, പടച്ചോനെ കരുണക്കടലായ അല്ലാഹ്, ഞാൻ ഈ വിരുന്നുകാരെ വിളിച്ചിട്ട് അവർക്ക് ഈ റൊട്ടി കൊടുക്കുന്നതിന്റെ ഫലമായി എനിക്ക് സന്തോഷം തരണേ അല്ലാഹ്, ഞങ്ങളുടെ രോഗത്തിന് ശമനം തരണേ അല്ലാഹ്, ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാഹ്. ഞാനും ദുആ ചെയ്തിരുന്നു. നീയാണ് റൊട്ടി ഉണ്ടാക്കുന്നത്, നീയാണ് ഭക്ഷണം തരുന്നത്. ആ സമയത്ത് ഞാനിത് ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോ മനസ്സിലെ നീയത്തിന്റെ, റബ്ബേ ഞങ്ങളുടെ രോഗത്തിന് നീ ശമനം തരണേ പടച്ചോനെ, നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറ്റണേ, നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ആവലാദികളും നമ്മുടെ വേവലാദികളൊക്കെ മാറ്റണേ. ഞാനും ദുആ ചെയ്തിരുന്നു. എന്റെ പ്രിയപ്പെട്ടവള് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ രോഗത്തിന് ശമനം തന്നില്ലേ? അല്ലാഹു നമ്മുടെ സങ്കടങ്ങളെ മാറ്റിയില്ലേ? അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളെ മുഴുവനും അല്ലാഹു മാറ്റിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടക്കുമ്പോൾ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. ഈ ഒരു ചെറിയൊരു പത്തിരി ഉണ്ടാക്കിയിട്ട് മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്തപ്പോ അല്ലാഹു അവരുടെ ആഗ്രഹങ്ങളെ മാറ്റി, അല്ലാഹു അവരുടെ രോഗങ്ങളെ മാറ്റി. നിങ്ങൾ പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞിട്ട് ഏറ്റവും അത്യുത്തമമായ നോമ്പേതെന്നറിയോ? ഫീ ശഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത്യുത്തമമായ നോമ്പ് അത് പരിശുദ്ധമായ മുഹറമിൽ നോക്കുന്ന നോമ്പാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്.
റമളാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കുന്ന നോമ്പിൽ മർമ്മപ്രധാനമായത് ഏത് മാസാണ്? പരിശുദ്ധമായ മുഹറത്തിൽ നിങ്ങൾ നോക്കുന്ന നോമ്പാണ്. പരിശുദ്ധമായ മുഹറത്തിൽ നിങ്ങൾ നോക്കുന്ന നോമ്പാണ്. ആ നോമ്പിനും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഏതെങ്കിലൊക്കെ സാധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റൂ? ഏതെങ്കിലും സങ്കടത്തിൽ കഴിയുന്നവർക്ക് അവരുടെ സങ്കടങ്ങൾ മാറ്റാനും പ്രയാസങ്ങൾ മാറ്റാനും എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്വതക്ക ചെയ്യാൻ പറ്റോ? അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഏറ്റവും നല്ല അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് പരിശുദ്ധമായ മുഹറമിൽ ഒരാൾ അവിടെ നിന്ന് നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വരികയാണ്. ആ നോമ്പ് നോറ്റുകൊണ്ട് കടന്നു വന്നിട്ട് ഏതെങ്കിലും ഒരാൾക്ക് 1 രൂപയാണെങ്കിലും 1 ദിർഹമാണെങ്കിലും സ്വതക്ക ചെയ്ത അല്ലാഹുവേ, അവനെ അല്ലാഹു ദാരിദ്ര്യത്തിൽ പെടുത്തൂല, അവനെ കടക്കാരനാക്കൂല, അവനെ സങ്കടമുള്ളവനാക്കൂല, അവനെ ദുഃഖമുള്ളവനാക്കൂല. അതുകൊണ്ട് ഉമ്മമാരെ, പരിശുദ്ധമായ മുഹറത്തെ നമ്മൾ മറക്കരുത്, അതിനെ തള്ളിക്കളയരുത്. ഇന്നും പല വീടിന്റെ ഉള്ളിൽ സന്ധ്യ സമയമാകുമ്പോ പരിശുദ്ധമായ റമളാനിൽ ദിക്റ് ചൊല്ലിയിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, തസ്ബീഹുകൾ ചൊല്ലിയിട്ടുണ്ട്, തറാവീഹ് നിസ്കാരത്തിന് പോകാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞത് അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ നോമ്പിൽ ഏറ്റവും മർമ്മപ്രധാനമായത് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസമാണ്. മുഹറത്തിലാണ്. അപ്പോ ആ ഒരു സന്ധ്യ സമയത്തെ മറക്കല്ലേ പെങ്ങളെ. എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലാൻ പറ്റുമോ, എത്ര ദിക്റ് ചൊല്ലാൻ പറ്റുമോ, ആ മഗ്രിബിന്റെ ടൈമിനെ കളയല്ല. കാരണം അല്ലാഹുവിന്റെ മാലാകമാര് നിങ്ങളെ നോക്കി നിൽക്കുമ്പോ നിങ്ങൾ കാണാത്ത മാതിരി നിങ്ങൾ പോകല്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഏതൊക്കെ കാര്യമാണോ അതിൽ അല്ലാഹുവേ, അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം, വർത്തമാനത്തിൽ നിന്ന് മാറണം. പരിശുദ്ധമായ മുഹറമില് സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറമില് നിങ്ങൾക്ക് കേൾക്കണോ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിങ്ങൾ നല്ലതുപോലെ ഓതിയാൽ ഏത് സൂറത്തെന്നറിയുമോ? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗള് കിട്ടാൻ, ഹൗളുൽ കൗസർ കിട്ടാൻ അത് നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണ്. അത് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കാതെ കാരണമാണ്, സ്വർഗത്തിന്റെ ആനുകൂല്യം കിട്ടാനത് കാരണമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ മുഹറം കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഓതുമോ? ഏറ്റവും നല്ലത് അസറിന് ശേഷമാ. നല്ലതുപോലെ 1 മാത്രമല്ല, 2 അല്ല, 3 അല്ല, പരിശുദ്ധമായ മുഹറം കഴിയുന്നത് വരെ അസർ നിസ്കാരത്തിന് ശേഷം ഇതൊരാള് നിത്യമായിട്ട് പാരായണം ചെയ്താൽ എത്ര കൂട്ടി ഓതാൻ പറ്റോ അത്രത്തോളം പാരായണം ചെയ്താൽ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്ന് പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, ഓതാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസ് ഇത്രയും നേരമായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോ സമയം താമസിച്ചാലും ഞങ്ങളുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞു വന്നവരാണ്. നീ തട്ടല്ല റബ്ബേ, ഖായിബാക്കല്ല റബ്ബേ, രോഗങ്ങൾ കൊടുക്കല്ല റബ്ബേ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മുഹറമില് എന്റെ സഹോദരങ്ങളൊക്കെ ദ്വാരക്കണം. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്റെ കൂടെ വന്നു ചൊല്ലണം. പരിശുദ്ധമായ മുഹറത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ദിക്റ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഖൈറായ വഴികൾ നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. എല്ലാവരും ഒന്ന് ചൊല്ല്, റബ്ബനാ, എന്റെ കൂടെ, അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി
ഷൈഇൻ ഖദീർ. ഒന്നുകൂടെ റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടെ ചൊല്ല റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി എല്ലാവരും എന്റെ കൂടെ ചൊല്ല് യാ നൂറു യാ ബസീർ. ചൊല്ലണം സഹോദരങ്ങളെ, യാ നൂറു യാ ബസീർ, 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 യാ നൂറു യാ ബസീർ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. സഹോദരങ്ങളെ, നമ്മൾ ഈ ചൊല്ലിയിട്ടുള്ള ഈ ദുആ ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്കൊരു മരുന്നാണ്. കണ്ണ് സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വേദനപ്പെടുന്നവരുണ്ട്, സങ്കടത്തിൽപ്പെടുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്തവരുണ്ട്. അതിന് ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ദിക്റാണ് റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിശുദ്ധമായ മുഹറത്തിലാണ് നമ്മൾ ചൊല്ലിയത്. അല്ലാഹുവേ നിന്നെ കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണേ അല്ലാ. വലഖാഹും നദറതൗ വസുറൂറാ. അല്ലാ നിന്നെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഇനി എന്റെ കൂടെ ചൊല്ല ഖൗവി, അതായത് ഖാഫും വാവും വാവിന് ശദ്ദിട്ട് ഖൗവി. അല്ലാ നല്ല പോലെ ചൊല്ല ഖൗവി ബസ്വരി, ഖൗവി ബസ്വരി ചൊല്ലിക്കോ, ഖൗവി ബസ്വരി. അല്ലാഹുമ്മ ഇശ്ഫി അന്ത ശാഫി, അല്ലാഹുമ്മ ആഫി, ഐനാണ് ആഫി, അന്തൽ മുആഫി. ഒന്നുകൂടെ ചൊല്ല ഖൗവി ബസ്വരി. اللهم اشفي أنت الشافي اللهم عافي أنت المعافي. അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളെയും മാറ്റണേ അല്ലാ. പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, പല സങ്കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വന്നിട്ട് ശരീരത്തിന്റെ പല ഭാഗവും മുറിച്ചു മാറ്റിയവരുണ്ട്. അല്ലാഹുവേ കരുണക്കടലായ അല്ലാ എല്ലാവരുടെ വേദനകൾക്കും പരിഹാരം കൊടുക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ മാരകമായ രോഗം തന്ന് ഞങ്ങളാരെയും പരീക്ഷിക്കല്ല റബ്ബേ, ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തല്ല റബ്ബേ, ഞങ്ങളെ നൊമ്പരപ്പെടുത്തല്ല റബ്ബേ, ഞങ്ങളാവലാതിയിലും വേവലാതിയിലുമാക്കല്ല പടച്ചവനെ. കരുണക്കടലായ അല്ലാ ഞങ്ങൾ ചൊല്ലുന്നവരല്ല എല്ലാ ദുആയും സ്വീകരിക്കണേ അല്ലാ. ചൊല്ലിക്കോ മുഹബ്ബീങ്ങളെ. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മനസ്സിൽ തട്ടി വന്ന് ചൊല്ല്. കടങ്ങൾ പെറ്റ് പെരുവിയവരുണ്ട്, അതൊക്കെ വന്ന് മാറട്ടെ. ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്. അല്ലാഹുമ്മ അല്ലാഹുമ്മ റബ്ബി യസ്സിർ യാ മുഅസ്സിർ. അല്ലാഹുമ്മ റബ്ബി യസ്സിർ യാ മുഅസ്സിർ. ഇനി എന്റെ കൂടെ ഒന്ന് ഓതണം എല്ലാവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക്
ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് പട്ടിണിപ്പെടുന്നവരുണ്ട്, ഒരുപാട് രോഗം വന്ന സങ്കടത്തിലായവരുണ്ട്. പടച്ചോനെ, എല്ലാ കാര്യങ്ങളെയും ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട്, ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളുടെ ഈ തടംന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുത്ത്, സങ്കടങ്ങൾ കൊടുത്ത്, പ്രയാസങ്ങൾ കൊടുത്തിട്ട് ഒരാളെയും ദുഃഖത്തിൽ ആഴ്ത്തല്ലേ അല്ലാ, ആവലാതിയിൽ ആഴ്ത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങള് സാധുക്കളാണ്, ഞങ്ങള് പാപികളാണ്. അല്ലാ, ഞങ്ങളെ നീ ഖായിബാക്കല്ല പടച്ചോനെ, ഞങ്ങളെ ഒരു വേവലാതിയിലുമാക്കല്ല അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ചവര് പലരും പല പ്രയാസത്തിന്റെ വഴിയിൽ ഉള്ളവരാണ് റഹ്മാനെ. എല്ലാത്തിനും ശിഫ കൊടുക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളെയും, എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ രോഗങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും അല്ലാ മാറ്റണേ അല്ലാ. ചൊല്ല് സഹോദരങ്ങളെ, യാ ഷാഫി യാ ഷാഫി യാ ഷാഫി യാ ഷാഫി യാ ഷാഫി യാ ഷാഫി. അല്ലാ, ഞങ്ങളുടെ കുരുന്നു മക്കളെ കാക്കണേ റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊടുത്ത് ഞങ്ങളെ മക്കളെ കിടത്തല്ല അല്ലാ, ഞങ്ങളുടെ സഹോദരങ്ങളെ കിടത്തല്ല അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കിടത്തല്ല അല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളെ പെടുത്തല്ല പടച്ചോനെ. സഹോദരങ്ങളെ, ഇന്നത്തെ ദിക്ർ നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ചെല്ലാനും അതിൽ കൂടാനും അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു സൗഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة إنك لا تخلف الميعاد. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി കഴിയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ലാ, സങ്കടം തന്ന് പരീക്ഷിക്കല്ല അല്ലാ, ദുഃഖങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചോനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മുഹറത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നീ സ്വീകാര്യമുള്ളതാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളെ തട്ടല്ലേ അല്ലാ, ഞങ്ങളെ ഖൈബാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങള് സാധുക്കളാണ് തമ്പുരാനെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയവരാണ് റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ, ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.